മലപ്പുറം ജില്ലയിലെ വെള്ളിലക്കാട് ഗ്രാമവാസികൾക്ക് ഒരു കോടതിയുണ്ട്, സ്നേഹകോടതി. പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ ഇവിടെ പോലീസോ കുടുംബ കോടതിയോ ഒന്നും ആവശ്യമില്ല. ഈ ഒരു മുറിക്കുള്ളിൽ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും തല്ലുകേസുകളും എല്ലാം ഒത്തുതീർപ്പാക്കുന്നു. ഈ ഒത്തുതീർപ്പാക്കുന്ന ന്യായാധിപയെ കണ്ടാൽ കാഴ്ചപ്പതിപ്പിന്റെ പ്രേക്ഷകർ ഒന്ന് അമ്പരന്നേക്കാം. ഇതാണ് KV റാബിയ. എൻ്റെ പ്രശ്നം, എൻ്റെ മരുമകളെ വീട്ടിൽ നിന്ന് പോയിട്ട് 8 മാസമായി. 8 മാസമായി. അപ്പോൾ ഓളെ വീട്ടിലാണ് മിക്കവാറും നിൽക്കൽ. ഓൾ ഇവിടെ വല്ലാതെ നിൽക്കൂല. വന്നാൽ 15 ദിവസം 20 ദിവസം നിൽക്കും. വീട്ടിൽ ഇപ്പോൾ ഓക്ക് അമ്മേൻ്റെ അടുത്ത് നിൽക്കണം, അമ്മേനെ കാണണം. അവര് പിന്നെ അച്ഛനും അമ്മയും 2 പെൺമക്കളുമാണ്. അപ്പോൾ എളിയോളാണ് ഇവള്. ഞാൻ പിന്നെ ഇവിടെ എങ്ങനെ എൻ്റെ മോളെ പോലെ ഞാൻ നോക്കിയിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താ? ഭാര്യയും ഭർത്താവായിട്ട് ഓള് വലിയ അണക്കല്ലേ ഭർത്താവിനോട്. അന്നേ കല്യാണം വലിയൊരു മൈൻഡില്ല, വല്ലാണ്ടൊരു മൈൻഡില്ല ഓനോടും. ഇനി ഞങ്ങളോട് ഇനിയിപ്പോൾ അങ്ങനെ ആയാലും മോനോട് ഒരു നല്ലൊരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഓനോട് വലിയൊരു ടെച്ചിലോ വിളിക്കുമ്പോൾ പറയും, നിങ്ങൾ വല്ലാതെ തന്നെ വിളിച്ചിങ്ങോട്ട് ശല്യപ്പെടുത്തല്ലേ, ഞാൻ സ്വസ്ഥതായിട്ട് എൻ്റെ വീട്ടിൽ നിന്നോട്ടെ എന്ന് പറയും ഓനോട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓന് വെറുപ്പിച്ച് ഇവളിപ്പോൾ കേസ് കൂടെ ജയം കെട്ടാൻ വേണ്ടി ഇവള് വരണം. അല്ലാതെ മനസ്സും ശരിക്കും ശുദ്ധമായിട്ടല്ല. അതെനിക്ക് ശുദ്ധമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ ഫ്രീ ആകുമ്പോൾ വീട്ടിൽ പോവാ. ആ പറഞ്ഞാൽ എന്തായാലും ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ, എൻ്റെ മരോള് എന്നെ മാനസികമായി വിഷമിപ്പിക്കുന്ന എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് ഞാൻ ഏറ്റു പ്രശ്നമാക്കണ്ട, അത് ഞാൻ ശരീരം പാതി തളർന്നിട്ടും അർബുദം തളർത്തിയിട്ടും തളരാത്ത മനസ്സോടെ ഇന്നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന കുടുംബ കോടതിയാണ് റാബിത. അതിനെല്ലാം ഉപരി സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റാബിത സാക്ഷ്യപ്പെടുത്തുന്നു, ശരീരമെന്തിന്, സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രം മതിയെന്ന്. KV റാബിയയെ കാഴ്ചപ്പതിപ്പ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലക്ക് വെളിയിൽ നിന്ന് പോലും ഇഷ്ടം പോലെ കത്തിക്കുത്ത് പ്രശ്നങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പോൾ അല്ലെങ്കിൽ സുബിത പറയാണ്, ഏത് പ്രേക്ഷകരും റാബിയ പരിഹരിച്ച പ്രശ്നക്കാരുണ്ടെങ്കിൽ ഒന്ന് സംവേദിക്കണമെന്ന് പറഞ്ഞാൽ കോളുകളുടെ കൂമ്പാരമായിരിക്കും എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇനത്തിൽ ആരുടെ അടുക്കൽ നിന്ന് കാശും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി ലോകത്തിന്, പ്രത്യേകിച്ച് ഞാൻ ഇത്രമാത്രം തളർന്നൊരവസ്ഥയിലായിട്ട് പോലും എത്ര വലിയ സമ്പന്നരെൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബം നോക്കുന്ന കുടുംബനാഥ കൂടിയാണ് ഞാൻ. വെള്ളിലക്കാട് ഗ്രാമത്തിലെ എന്നല്ല, മലപ്പുറം ജില്ലയിലെയും അടുത്ത ജില്ലകളിലെയും ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇവിടെ പരിഹാരം തേടുന്നു, ആശ്വാസം തേടുന്നു. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നെങ്കിലും റാബിയാത്ത എന്ന KV റാബിയ തെളിയിച്ചിരിക്കുന്നു, സ്നേഹമുള്ള മനസ്സ് മാത്രം മതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായെന്ന്. ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യം തേടിയുള്ള യാത്ര. മനുഷ്യൻ മനസ്സിലൊരു സ്വപ്നം നെയ്ത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ശ്രമിക്കുകയും പോരാടുകയും ചെയ്യേണ്ട ഒരു യാത്ര. ആ യാത്രയിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിക്കുകയാണ് ഇവിടെ. എനിക്ക് ഞാൻ വൈകല്യമുള്ളവളാണെന്ന് യാതൊരു ബോധവും ഇല്ലാത്ത തരത്തിൽ കുതിച്ച് പറക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വൈകല്യം ഉണ്ട് എന്നൊരു ബോധം എൻ്റെ മനസ്സിൽ അങ്കുരിക്കണമെന്ന യഥാർത്ഥത്തിലേക്ക് അത് വന്നു. പക്ഷേ എന്നാലും അതിന് ഫുൾ ബെഡ് റിഡനായി കിടന്ന ആ ഒരവസ്ഥ, എനിക്ക് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, അൾസർ, യൂറിൻ ബാഗ്, കഴുത്തിൽ ബെൽറ്റ്, വീൽചെയർ ആദ്യമേ ഉണ്ട്, പിന്നെ യൂറിൻ ബാഗ്, ഇതെല്ലാം സന്തത സഹചാരികളായി. ശരിയായ അർത്ഥത്തിൽ പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എന്നാലും ഇപ്പോൾ ഉള്ള ഈ കൂട്ടായ്മ, കുറേ പ്രവർത്തകർ, അവരുടെ കൈത്താങ്ങിലൂടെ ഒരിക്കലും നിശ്ചലമാകാത്ത ഒരു മനസ്സും കൊണ്ട് ഇപ്പോഴും ഞാൻ പ്രവർത്തന രംഗത്തുണ്ട്. 2 വർഷത്തേക്ക് മാത്രമേ എനിക്ക് ആയുസുള്ളൂ എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ് എനിക്ക്. പക്ഷേ അതിനൊക്കെ മറികടന്ന് ഇച്ഛാശക്തി കൊണ്ട് ഡോക്ടർ തലയൊക്കെ പിടിച്ച് തഴുകിയിട്ട് പറഞ്ഞു, ഇച്ഛാശക്തിയാണ് റാബിയെ അതൊക്കെ തരണം ചെയ്യാൻ. ഈ ശക്തി ഒരിക്കലും മരണം വരെ കൈവിടാതെ മുന്നോട്ട് പോകണം. മനസ്സിൽ നന്മയുടെ സ്വപ്നവും ലക്ഷ്യവുമില്ലാതെ കാലത്തിന്റെ അധാർമികമായ കുലം കുത്തൊഴുക്കിൽപ്പെട്ട് മനുഷ്യസഞ്ചയം ഒഴുകി നടക്കുന്നതാണ്
നമ്മുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരാതിരിക്കാനുള്ള കാരണം. വ്യക്തിപരമായി അവനവന്റെ ഉത്തരവാദിത്വങ്ങൾ ലക്ഷ്യബോധത്തോടെ നിറവേറ്റിയാൽ മാത്രമേ വിജയപീഠത്തിലെത്താനാകൂ. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, പ്രതീക്ഷയുടെ കരങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ നേർക്കാഴ്ചയാണ് റാബിയ. മലപ്പുറം വെള്ളിലക്കാട് ഗ്രാമത്തിലെ സ്വത്ത് തർക്കങ്ങളും തല്ലുകേസും കുടുംബ പ്രശ്നങ്ങളും എല്ലാം ജാതിമത ഭേദമന്യേ, ലിംഗഭേദമന്യേ റാബിയുടെ അടുത്ത് പരിഹരിക്കപ്പെടുന്നു. അയൽപക്ക പ്രശ്നങ്ങൾ, പിന്നെ അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇപ്പം ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടിയുള്ളത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആദ്യം വരുന്നത് ഒന്നുകിൽ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ അമ്മായിമ്മയായിരിക്കും, മരുമകളായിരിക്കും. അവരുടെ അടുത്തുനിന്ന് നമ്മൾ ആ ക്ഷമയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. എന്നിട്ട് മറുകക്ഷിയുടെ നമ്പർ വാങ്ങും. എന്നിട്ട് അനുനയത്തിൽ ഒരു പച്ച തെറി വിളിച്ച് പറയും. അത്രയും ക്ഷോഭത്തിൽ നിൽക്കുന്ന കക്ഷിയുടെ കാര്യം പറയാനല്ലേ. അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചും. പിന്നെ ഞാൻ അവരുടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയപ്പോൾ ഒരു മലപ്പുറത്തുനിന്ന് പൂരത്തെറി, ഞങ്ങൾ കുറച്ച് പേര് പോയതായിരുന്നു, പച്ച തെറി ആ വീട്ടുകാർ വിളിച്ച് പറയുന്നത് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഞങ്ങൾ കുറേയൊക്കെ ഞാൻ ചൂടായി. കാരണം അവർ ആ സ്ത്രീയുടെ മക്കളെ പിടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിലൂടെ ഞാൻ ഒരുപാട് ജനങ്ങളിലേക്ക് ഇറങ്ങി. അവളുടെ ഭർതൃഗ്രഹങ്ങളുടെ റാക്കറ്റ് അംഗത്തിൽപ്പെട്ട ഒരു യുവതിയാണ്. പക്ഷേ അവളുടെ ഭർതൃഗ്രഹങ്ങളുടെ പ്രശ്നങ്ങളെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ളത് കിട്ടാനുള്ളതെങ്കിലും ഞങ്ങൾ ഒരു അനുരഞ്ജനത്തിലൂടെ തന്നെ തീർക്കുന്നുണ്ട്. അത് അനുരഞ്ജനത്തിലൂടെ തീരുന്നില്ലെങ്കിൽ അതും പ്ലസ് റാക്കറ്റ് അംഗങ്ങളും കൂടി കൂട്ടിയിട്ട് ആ യുവതിക്കുണ്ടായ പ്രയാസം ഞാനാണ് അതിൻ്റെ കുത്തിപ്പൊക്കിക്കൊണ്ടെന്ന്. എല്ലാ പ്രശ്നങ്ങളെയും പോലെ അല്ല നിൻ്റെ പ്രശ്നം. നിൻ്റെ പ്രശ്നത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് റാക്കറ്റ് അംഗങ്ങൾ നേരിടണം, 2 നിൻ്റെ ഭർതൃഗ്രഹത്തിൽ നിനക്ക് 3 മക്കളുണ്ട്, ആ ഭർതൃഗ്രഹക്കാരുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഡീലിങ്സും ശരിയാവണം. അപ്പോൾ ആദ്യം നമ്മൾ അവർ സഹകരിക്കാമെന്നാണ് എന്നോട് ഇപ്പോൾ കിട്ടിയ വിവരം. എൻ്റെ ഭർതൃഗ്രഹക്കാരും പള്ളി ഭാരവാഹികളും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ട് ഞങ്ങളും ഇതേപോലെയുള്ള കുറേ പ്രവർത്തകരുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ നിന്നെ സഹായിക്കാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ സഹകരിക്കുന്നില്ലെങ്കിൽ ഒന്നിച്ച് കൊടുക്കേണ്ടി വരും. ബാക്കി നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള സഹായത്തോടു കൂടിയോ മറ്റുള്ള ഒരുപാട് പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയോ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം. അപ്പോൾ അതുകൊണ്ട് ടെൻഷനാകാതെ അവിടെ ഇരുന്ന. വീട്ടിലിരുന്ന് പരിഹരിക്കേണ്ടവ മാത്രമല്ല, നാട്ടിലിറങ്ങി പരിഹരിക്കേണ്ടവയുമുണ്ട്. ചലനമറ്റ പാതിശരീരവുമായി റാബിയ നാട്ടിലേക്കിറങ്ങിയാൽ കുട്ടികളും നാട്ടാരും എല്ലാവരും റാബിയയുടെ അടുത്തേക്ക് ഓടിവരുന്നു. വീടാന്തരം കയറിയിറങ്ങി ക്ഷേമ അന്വേഷണങ്ങൾ. റാബിയ ഈ ഗ്രാമത്തിന്റെ തേജസ്സാണ്. ഇല്ലെങ്കിലാ അവിടെ ഒറ്റക്കെ പോകാം. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുമരൊക്കെ പിടിച്ച് ബാത്റൂമിൽ യൂറോപ്യനല്ലാത്ത ഇല്ലല്ലേ, യൂറോപ്യന്മക്ക് ഇരുന്നാൽ എന്തെങ്കിലും കയറൊക്കെ തൂക്കി പിടിച്ച് ആവുന്നല്ല. എന്നപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 90% രക്ഷപ്പെട്ടു അല്ലേ. എന്നാലും ഇന്നാൾ ഞാൻ അവിടെ വന്നുകാണ്ട് കണ്ടതിനേക്കാളും അൽഹംദുലില്ലാ. ഇത് ഞാൻ എപ്പോഴും വരുന്ന, എനിക്ക് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു, പക്ഷേ എനിക്കിവിടേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ അമ്മ എന്നും എന്നെ തേടി അങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമ്മ ബസ്സിൽ നിന്ന് വീണ് പിന്നെ കാല് പൊട്ടിയപ്പോൾ ഇവിടെ ആയി. ഒക്കെ നേകം അത് ഉറപ്പല്ലേ ഒക്കെ അതൊരു ജാതി ഇതൊരു ജാതി ഒന്നുമില്ല, ഞങ്ങൾക്കൊക്കെ ഒന്നാണ്. സ്വന്തം പരാധീനതകളും പരിമിതികളും അവഗണിച്ചുകൊണ്ട് നാടിന്റെ, സമൂഹത്തിന്റെ, മനുഷ്യരുടെ നന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച റാബിയ ഇച്ഛാശക്തിയുടെ കെടാവിളക്കാണ്. ഈ വീൽ ചെയറിലിരുന്നു കൊണ്ട് തന്നെ സാമൂഹിക, സാംസ്കാരിക, സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 1990കളിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി വെള്ളിലക്കാട് ഗ്രാമത്തിലെ നിരക്ഷരരെ സാക്ഷരരാക്കിയതിന് പിന്നിൽ റാബിയാണ്. വീടും പറമ്പും മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഗ്രാമീണർക്ക് മഹിളാ സമാജവും അക്ഷരസംഘവുമെല്ലാം പുതിയ അനുഭവമായി മാറി.
റാബിയ ഫൗണ്ടേഷൻ ട്രസ്റ്റ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ചലനം എന്ന സാമൂഹിക സംഘടന, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ. ഇതിൽ ചലനത്തിലൂടെ നാടിന് നിരവധി സേവനങ്ങൾ നടപ്പാക്കി. ചലനം, ചലിക്കാൻ കഴിവില്ലാത്തവരെ ചലിച്ച് കാണിച്ചുകൊണ്ട് സമൂഹ മനസ്സാക്ഷിയെ ഇവർക്ക് സഹായകമാകത്തക്ക തരത്തിൽ ഇവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരെ ബോധവൽക്കരണം നൽകിക്കൊണ്ട് സമൂഹത്തിനും ഇത്തരം വൈകല്യമുള്ള ആളുകൾക്കും ഇടയിൽ വർത്തിക്കുന്ന നല്ല പ്രബലരായ, നല്ല ഊർജ്ജസ്വലരായ എൻ്റെ സഹപ്രവർത്തകരെ ഞാനിവിടെ, പ്രത്യേകിച്ചും ജോസ് നാഞ്ഞിലത്ത് എന്ന കൂരോപ്പടക്കാരനായ മരിച്ചുപോയി, ദൈവാനുഗ്രഹിക്കട്ടെ. പിന്നെ അദ്ദേഹം, അതേപോലെ അനിൽ പ്രസാദ്, മാമാജി ഞങ്ങൾ വിളിക്കുക, 300-ലേറെ പ്രവർത്തകരുണ്ട്. അവർ കൈ മെയ് മറന്ന്, ഞങ്ങൾക്കൊന്നും വരുമാനമില്ല, പക്ഷേ പുസ്തകം ഇറക്കി ആ പുസ്തകം ഫീൽഡാണ് കേരളം മുഴുവനും അലഞ്ഞ് തിരിഞ്ഞ് കുന്നുകളും തോടുകളും മാറുകളും വഞ്ചി കടന്നും വണ്ടി കയറിയും അങ്ങനെ പിന്നെ കയറി ഇറങ്ങി ത്യാഗം സഹിച്ച് വിറ്റ് കിട്ടുന്ന കാശായിരുന്നു. അതിന് ഞങ്ങളൊരു പേരിട്ടത് ചലനം പബ്ലിക്കേഷൻസ്. ആ പബ്ലിക്കേഷൻസിലൂടെ ഞാൻ എഴുതും, ജോസാർ എന്ന സെക്രട്ടറി എഴുതും. പിന്നെ കേരളത്തിലെ എഴുത്തുകാർ, നല്ലൊരു പറ്റ എഴുത്തുകാർ ഞങ്ങൾക്ക് പുസ്തകങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അവരൊക്കെ എഴുതുന്ന ആ പുസ്തകങ്ങൾ ഞങ്ങൾ ത്യാഗസമർപ്പണം സഹിച്ച് ഞാനടക്കം വിൽക്കണം. ത്യാഗസന്നദ്ധരായ ഒരു പറ്റം പ്രവർത്തകർ റാബിയോടൊപ്പം കൂടി തുടങ്ങിയ പ്രസ്ഥാനമായിരുന്നു ചലനം. നമുക്ക് പുറത്ത് പറയാൻ, ഇപ്പോൾ പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറാൻ സ്ത്രീകൾക്ക്, പള്ളി കമ്മിറ്റിയിലൊന്നും സ്ത്രീകൾക്ക് യാതൊരു വോയിസും ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെയൊക്കെയാണ് ശരിക്കും റാബിയാത്തെ പോലുള്ള ആൾക്കാരൊക്കെ കയറി വരണം എന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മതവിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംവിധാനം പള്ളിയും പള്ളി കമ്മിറ്റിയൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ ശരിക്കും സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നത്തിൽ അവരെ ചോദിച്ച് അറിയാനും മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും പറയാനുമായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ. അവിടെ റാബിയാത്തയുടെ സേവനം വളരെ ഇതാണ്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും പോകാൻ സ്ത്രീകൾക്ക് പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ അവിടുത്തെ സമീപനം ഏറെക്കുറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും റാബിയാത്തയുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ചലനമറ്റ പാതി ശരീരത്തിൽ മാരകരോഗമായ ക്യാൻസർ ബാധിച്ചിട്ടും തളരാത്ത മനസ്സോടെ മുന്നേറിയ റാബിയയുടെ ജീവിതം സമൂഹത്തിന് വഴികാട്ടിയാണ്. ഇത് അനുകരിക്കപ്പെടേണ്ട മാതൃകാ ജീവിതം തന്നെയാണ്. യാന്ത്രിക ലോകശീലങ്ങൾക്ക് മുന്നിൽ ഇത്തരം ഉദാഹരണങ്ങൾ അധികമില്ല. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിക്കരികിലൂടെ ഒഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് വെള്ളിലക്കാട് ഗ്രാമം. അവിടെ പുഴയെടുത്തൊടുങ്ങുന്ന നിസ്സഹായരായ പാവപ്പെട്ട കുറെ മനുഷ്യജീവിതങ്ങൾ. അവർക്കിടയിൽ കരുവേലിൽ മൂസക്കുട്ടിയുടെയും ബിയാച്ചുട്ടിയുടെയും 6 പെൺമക്കളിൽ രണ്ടാമത്തേവളായി പിറന്നുവീണ ചുറുചുറുക്കുള്ള മിടുക്കിയായിരുന്നു റാബിയ. കാലിനൽപ്പം വയ്യാകിയുണ്ടായിരുന്നെങ്കിലും അവൾ മറ്റു കുട്ടികൾക്കൊപ്പം ഊർജ്ജസ്വലമായി നിരന്തരം നീന്തുമായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു റാബിയ. കിലോമീറ്റർ താണ്ടിയുള്ള സ്കൂൾ യാത്രയ്ക്കിടയിൽ തളർന്ന കാലുമായി വേച്ചെത്തുന്ന റാബിയ മുട്ടിന് കീഴെ ചലനശേഷി നഷ്ടപ്പെട്ടപ്പോൾ സ്കൂൾ യാത്ര സൈക്കിൾ സഹായിയുടെ പിന്നിലിരുന്നായി. ഓരോ വെല്ലുവിളികളെയും അവൾ തരണം ചെയ്ത് മുന്നേറി. ഉമ്മയ്ക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നെങ്കിലും പെൺമക്കളെ വിദ്യാസമ്പന്നരാക്കുന്നതിൽ ഉമ്മ അതീവ ശ്രദ്ധാലുവായിരുന്നു. നല്ല നിലയിൽ വളർത്തിയാൽ പെൺമക്കളും സമ്പത്താണെന്ന സത്യം ഉമ്മ തിരിച്ചറിഞ്ഞിരുന്നു. പെൺകുട്ടികളായാലും പഠിപ്പിച്ചാൽ പൊന്നാണെന്ന് ഞങ്ങളുടെ ഉമ്മക്ക് നന്നായി അറിയാൻ പറ്റും. ഉമ്മ പറയുമ്പോൾ അതിന് മാത്രം പഠിച്ചൊരു സ്ത്രീ ആയിരുന്നില്ല, തനി നാടൻ ഗ്രാമീണ സ്ത്രീയായിരുന്നു, നിരക്ഷരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതോ 1-2 വർഷം സ്കൂളിൽ പോയി എന്നല്ലാതെ ബാക്കി എല്ലാ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിപ്പിച്ചതും അതിനുള്ള പുസ്തകങ്ങളൊക്കെ കൊടുത്ത് ഞാൻ സാക്ഷരതാ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അവരെ കൂടെ ഇരുത്തിയിട്ടാണ് ശരിയായ അക്ഷര ലോകത്തേക്ക് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ എന്നാലും അക്ഷരങ്ങളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും അഭാവം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പഠിച്ചില്ല, എൻ്റെ മക്കളെങ്കിലും പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ പെൺമക്കളാണെങ്കിലും അവരത് സമ്പത്താണെന്ന് എൻ്റെ ഉമ്മ തിരിച്ചറിഞ്ഞു. അതിന് ഉമ്മ രാവും പകലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾ വീട്ടിലെ ജോലികളൊക്കെ ഉമ്മ തന്നെ സ്വയം ചെയ്ത് പഠിച്ചോളി
പിന്നെ അത് പഠിക്കാതെ അന്നന്നത്തെ പാഠം പഠിക്കാതെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഭയങ്കര ചിട്ടക്ക് അങ്ങനെ എല്ലാ മക്കളും പഠിച്ചിരുന്നു, ഞാൻ പ്രത്യേകിച്ചും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം, ആൺമക്കളില്ലാത്ത എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങളില്ലാത്ത എൻ്റെ 5 സഹോദരികൾക്കും അത്താണിയും അഭയവുമായി അവരെ സംരക്ഷിക്കാനുള്ള ഒരു മോനായി, അവർക്ക് ഒരു അത്താണിയായി ജീവിക്കാൻ, സ്വന്തം കാലിൽ എനിക്ക് മറ്റാരുടെയും പരസഹായമില്ലാതെ സ്വന്തം കാലിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സ് സർക്കാർ ജോലിയിലൂടെ കണ്ടെത്തുക. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പഠിത്തത്തിൽ 1ാം സ്ഥാനക്കാരിയായിരുന്ന റാബിയയ്ക്ക് തളർച്ച മൂലം പഠിത്തം വേദനയോടെ നിർത്തേണ്ടി വന്നു. എന്നാൽ നിരന്തര വായന റാബിയയെ ഒരു നല്ല അധ്യാപികയാക്കി മാറ്റി. പിന്നീട് സമ്പൂർണ്ണ സാക്ഷരത കടന്നുവന്നപ്പോൾ ഒരുവന്റെ ഒഴിവിൽ പകരക്കാരിയായി ഇൻസ്ട്രക്ടറായി. കാലുകളിൽ മണൽ കിഴിയിട്ട് വലിക്കുമ്പോഴും ശരീരം വേദനിക്കുമ്പോഴും വയ്യായികകളേറുമ്പോഴും അവൾ മറ്റുള്ളവർക്ക് മുന്നേ പറന്നുകൊണ്ടേയിരുന്നു. അതിന് കിട്ടുന്ന അംഗീകാരങ്ങളുടെ നീണ്ട ഘോഷയാത്ര, നാഷണൽ യൂത്ത് അവാർഡ്, സംസ്ഥാന സാക്ഷരതാ അവാർഡ്, അങ്ങനെ നേടുന്നു. ഉമ്മയടക്കമുള്ളവരെ സാക്ഷരതാ ക്ലാസുകളിലേക്ക് കൊണ്ടുവന്നു. അത് ഒരു അപൂർവ ബഹുമതിയാണ്. TTCയും BEdുമില്ലാത്ത റാബിയ തന്റെ സാക്ഷരതാ ക്ലാസുകളിൽ വർഷങ്ങൾക്ക് മുൻപേ അത് പരീക്ഷിച്ച് വിജയിപ്പിച്ചു. ക്രിയാത്മകത ഉറങ്ങില്ല, അത് ഉണർന്ന് സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അക്ഷരസംഘം, വനിതാ സംഘം, പാവങ്ങൾക്ക് തൊഴിൽ സംരംഭം, ഇതിനിടയിൽ UN ഇന്റർനാഷണൽ അവാർഡ്, രാജ്യത്തെ കണ്ണകി സ്ത്രീശക്തി പുരസ്കാരം, അങ്ങനെ നിരവധി അവാർഡുകൾ റാബിയയെ തേടിയെത്തി. രോഗം ശരീരത്തെ കിടക്കയിൽ വലിച്ചു മുറുക്കിയപ്പോൾ റാബിയയുടെ കിടക്ക കൗൺസിലിംഗ് സെന്ററായി മാറി. ശരീരത്തിലെ ക്രമം തെറ്റിയ കോശങ്ങൾ സൃഷ്ടിച്ച ക്യാൻസർ, പറയാനും എഴുതാനും എളുപ്പം. അനുഭവങ്ങളുടെ ആഴവും പരപ്പും പറഞ്ഞറിയിക്കാനാവില്ല, അതനുഭവിച്ചവർക്കേ അറിയൂ. റാബിയ സ്ത്രീ വിമോചനത്തിന്റെ മഹിത മാതൃകയാണ്. റാബിയ മലയാളത്തിന്റെ മദർ തെരേസയാണെന്ന കടമ്മനിട്ടയുടെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ് ഇവിടെ. ക്യാൻസർ തളർത്തിയ ശരീരത്തെ ഡോക്ടർമാർ എഴുതിത്തള്ളിയെങ്കിലും അള്ളാഹുവാണ് തനിക്ക് പിന്നെയും തന്റെ കർമ്മപഥത്തിൽ മുന്നേറാൻ ശക്തി പകർന്നതെന്ന് റാബിയ പറയുന്നു. ക്യാൻസർ വന്നിട്ട് എനിക്ക് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു, ഞങ്ങളൊരു അർത്ഥത്തിലും റാബിയെ ചികിത്സിക്കാൻ അമലയിലായിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ റാബിയ ഒരർത്ഥത്തിലും ഒരു സാധാരണ രോഗിയല്ല. അപ്പോൾ കീമോ തടുക്കാൻ കഴിയാത്ത വിധം പ്രത്യേകിച്ചൊരു സ്ത്രീയാണല്ലോ. അപ്പോൾ അത് തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന പേടിയാണ് സ്വാഭാവികമായിട്ടും ആർക്കുണ്ടാവും. അത്തരമൊരവസ്ഥ വന്നാൽ പുരുഷന്മാർക്കും നല്ല ആരോഗ്യമുള്ള സ്ത്രീകൾക്കൊക്കെ അപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ അരക്ക് താഴെ തളർന്ന റാബിയെ പോലുള്ളൊരു വ്യക്തിക്ക് ഞങ്ങൾ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഏത് തരത്തിൽ ബാധിക്കുന്നു? ഞാൻ ഡോക്ടറുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഒറിജിനൽ ഡോക്ടർ എന്ന് വിശ്വസിക്കുന്ന പമ്പര വിഡ്ഢിയല്ല ഞാൻ. ഒറിജിനൽ ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടർ എൻ്റെ ശരീരത്തിൽ രോഗശമനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ എൻ്റെ ശരീരത്തിൽ പലിക്കും. ഇല്ലെങ്കിൽ എന്നെ ജപ്പാനെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, അമേരിക്കയെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. പാവങ്ങളുടെ കണ്ണീരൊപ്പുക, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പോരാടുക, ചൂഷണത്തിനെതിരെ നിലകൊള്ളുക. മതഭീകരമായ വർത്തമാനകാലത്തിന് മറുപടിയാണ് റാബിയയുടെ ജീവിതം. ഫെമിനിസത്തിന്റെ ഇക്കാലത്ത് സാമൂഹ്യ രംഗത്തിറങ്ങി പ്രവർത്തിക്കുമ്പോൾ സ്ത്രീ എന്ന നിലയിൽ നിരവധി വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ദേശസ്നേഹിയായ റാബിയയ്ക്കൊപ്പം ഭർത്താവും കുടുംബാംഗങ്ങളും നാട്ടുകാരും എന്നും കൂട്ടിനുണ്ടായിട്ടുണ്ട്. ശരീരമല്ല മനസ്സാണ് വലുതെന്ന് മനസ്സിലാക്കി മലപ്പുറം മോങ്ങാം സ്വദേശിയും കസിൻ ബ്രദറുമായ ബംഗാളത്ത് മുഹമ്മദ് എന്ന ചെറാട്ട് ബാപ്പു 2ാം ഭാര്യയായി കൂടെ കൂട്ടിയത് ജീവിത സാഫല്യമായി കരുതുകയാണ് റാബിയ. അണ്ടാകടാഹത്തിൽ ആകർഷണ പരിരംഭണം ചെയ്യുന്നു ഗോളങ്ങളെന്തിനോ. അപ്പോൾ അന്യോന്യമേതോ ചരടിനാൽ അന്യോന്യ ബന്ധങ്ങളീ ജീവജാലങ്ങളൊക്കെ എങ്കിൽ മനുഷ്യനു മാത്രമായി എന്തിന് പങ്കിലമാക്കും വിഭാഗീയ ചിന്തകൾ. അപ്പോൾ ആ ഒരു തിയറി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മരണാനന്തര ശേഷം ദൈവ സമർപ്പണ മുമ്പാകെ എന്തായാലും നമുക്കിപ്പോൾ ഭൗതികമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇതിന് പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ അഭയം പ്രാപിച്ച് നമ്മളിവിടെ ഒരു യാത്രികരെ പോലെ വന്നതാണ്. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്ത് കർമ്മം ചെയ്ത് തിരിച്ചു പോവുക. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇന്നും ഒന്നിനും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല
ആരെടുത്തുന്നു. ഇച്ഛാശക്തിയുള്ള മനസ്സ്, അതാണ് റാബിയയുടെ വിജയം. കലുഷിതമായ ഈ ലോകത്ത് ഇവർ പിടിച്ചുപറ്റുന്ന ആദരവിന്റെയും ആരാധനയുടെയും രഹസ്യം അതുതന്നെയാണ്. തളരാത്ത സ്വപ്നങ്ങൾക്കെന്നും തളിർക്കുന്ന ചിറകുകളുണ്ട്. ചിറകുള്ള സ്വപ്നങ്ങൾ കൂടെയുണ്ടെങ്കിൽ ലക്ഷ്യം എന്നൊരുത്തരമേ കർമ്മപഥത്തിൽ തെളിയൂ. റാബിയയുടെ കർമ്മമണ്ഡലങ്ങളിൽ മനസ്സിൽ ഇനിയും ഇനിയും ലക്ഷ്യങ്ങൾ നിറയട്ടെ. ആ ലക്ഷ്യങ്ങൾ ചിറകുകൾ വിടർത്തി പറന്നുയരട്ടെ. റാബിയയുടെ പേരിൽ സാക്ഷര കേരളം അഭിമാനം കൊള്ളട്ടെ. വൈകല്യമുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു അധിക ശക്തി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിച്ചിരിപ്പുണ്ടാകും. അത് ഓരോരുത്തരിലും വ്യത്യസ്തവുമായിരിക്കും. ഈ അധിക ശക്തി കണ്ടെത്തി അത് പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ സ്വയം പര്യാപ്തമാവാൻ ഓരോരുത്തർക്കും കഴിയുമെന്ന് റാബിയ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ശാരീരികാവസ്ഥയിലും പഠിച്ച് മിടുക്കിയായി നാടിനും നാട്ടാർക്കും അഭിമാനമായ റാബിയ വൈകല്യമുള്ളവർക്കും വൈകല്യമില്ലാത്തവർക്കും മനസ്സിന് വൈകല്യം ബാധിച്ചവർക്കും എല്ലാം പ്രചോദനമാവട്ടെ. കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം സമാപിച്ചു. കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, കെയർ ഓഫ് ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID kaachapadiപ്പ്@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം. അന്യമെന്നോതുവാനേതുമില്ലീതുനി യാവിലെല്ലാവരും പരസ്പരാബന്ധിതർ. രാസചക്രങ്ങൾ ഈ രക്തകോശങ്ങളിൽ രണ്ടല്ല ഏകമാണ് ഓർക്കുവിൽ. എല്ലാ കോശങ്ങളും ഒരേ ശൈലിയിൽ സൃഷ്ടിച്ചു വിട്ട്. പക്ഷേ കാട്ടുചോലക്കും കലമാൻ കിടാവിനും ആത്മബന്ധത്തിന് ഇതെന്താണ് കാരണം? ആരും പറഞ്ഞു കൊടുത്തല്ലോ. തേന്മാവ് ശർക്കര മാമ്പഴം എന്തിന് കാണിക്ക വെച്ചു പികത്തിനും കാക്കനും. ആ പാകമാകുമ്പോൾ കാക്കകളും പറവകളും അണ്ണാനും ഇവിടെ ഓടിയെത്തുന്നു. നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഇനി ഇതൊക്കെ ഭൂമിയിലെ കഥയാണെങ്കിൽ അണ്ടാകടാഹത്തിൽ ആകർഷണ പരിരംഭണം ചെയ്യുന്നു ഗോളങ്ങൾ എന്തിനോ. അപ്പോൾ അന്യോന്യമേതോ ചരടിനാൽ അന്യോന്യ ബന്ധങ്ങളീ ജീവജാലങ്ങളൊക്കെ എങ്കിൽ മനുഷ്യനു മാത്രമായി എന്തിന് പങ്കിലമാക്കും വിഭാഗീയ ചിന്തകൾ.